2026 ഫെബ്രുവരി 20 നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒമാനെ 9 വിക്കറ്റിന് തകർത്ത് ഓസ്ട്രേലിയ 2026-ലെ ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് യാത്ര അവസാനിപ്പിച്ചു. ശ്രീലങ്കയിലെ പല്ലക്കിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ തകർപ്പൻ പ്രകടനം. ഓസ്ട്രേലിയൻ ബൌളിംഗ് ഒമാനെ 104 റൺസിന് ചുരുട്ടിക്കൂട്ടിയപ്പോൾ ബാറ്റ്സ്മാൻമാർ വേഗത്തിൽ വിജയലക്ഷ്യം പിന്തുടർന്നു. വെറും 21 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയ ലെഗ് സ്പിന്നർ ആദം സാംബ മാൻ ഓഫ് ദ മാച്ച് പ്രകടനവുമായി ഓസ്ട്രേലിയൻ ബൌളിംഗിന് മുന്നിൽ നിന്നു. ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് 33 പന്തിൽ നിന്ന് പുറത്താവാതെ 64 റൺസ് വാരിക്കൂട്ടി ബാറ്റിംഗിൽ ഒരു വശത്തുറച്ചുനിന്നു. എന്നാൽ ഈ വിജയത്തിനൊരു മധുരമില്ലായിരുന്നു. കാരണം സിംബാബ്വെ, സഹാതിഥേയരായ ശ്രീലങ്ക എന്നിവരോട് ഏറ്റ തോൽവികളെ തുടർന്ന് ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായിരുന്നു. അതോടെ അവരുടെ ലോകകപ്പ് പ്രതീക്ഷകളും അകാലത്തിൽ പൊലിഞ്ഞിരുന്നു. അതേസമയം ഒരു ജയം പോലും നേടാനാവാതെയാണ് ഒമാൻ ലോകകപ്പിൽ നിന്ന് മടങ്ങിയത്. ഇത് അവർക്ക് ടൂർണമെന്റിലെ തുടർച്ചയായ 4ാം തോൽവിയായിരുന്നു. ഒമാന്റെ 104 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ ഓസ്ട്രേലിയൻ ഓപ്പണർമാരായ മിച്ചൽ മാർഷും ട്രാവിസ് ഹെഡും കളി അതിവേഗം തീർക്കാനായി ആഞ്ഞടിച്ചു. ക്യാപ്റ്റൻ മാർഷ് 33 പന്തിൽ നിന്ന് 64 റൺസെടുത്ത് പുറത്താവാതെ നിന്നു. 7 ഫോറുകളും 4 സിക്സറുകളും പറത്തി പവർപ്ലേയിൽ തന്നെ താരം അർദ്ധ സെഞ്ചുറി തികച്ചു. മാർഷിന് മികച്ച പിന്തുണ നൽകി ട്രാവിസ് ഹെഡും വെറും 19 പന്തിൽ നിന്ന് 32 റൺസടിച്ചു. അതിൽ 6 ബൗണ്ടറികളുണ്ടായിരുന്നു. ഇവരുടെ തകർപ്പൻ കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ പവർപ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 73 റൺസിലെത്തിച്ചു. ഒടുവിൽ ഓസ്ട്രേലിയ വെറും 9.4 ഓവറിൽ 105 റൺസ് വിജയലക്ഷ്യം മറികടന്നു. 62 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കി. 12 റൺസെടുത്ത് പുറത്താവാതെ നിന്ന് ജോഷ് ഇംഗ്ലിസാണ് വിജയറൺ കുറിച്ചത്. ടൂർണമെന്റിൽ നിന്ന് നേരത്തെ പുറത്തായെങ്കിലും അതിശക്തമായ പ്രഹരങ്ങളും അതിവേഗ റൺസുകളും നിറഞ്ഞ ഈ ബാറ്റിംഗ് പ്രകടനം ഓസ്ട്രേലിയയുടെ ആക്രമണശേഷി വിളിച്ചോതി. കളിയുടെ തുടക്കത്തിൽ ഓസ്ട്രേലിയൻ ബോളർമാർ ഒമാനെ വരിഞ്ഞുമുറുക്കി ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ടോസ് നേടിയ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ ഫാസ്റ്റ് മീഡിയം ബോളറായ സേവ്യർ ബാട്ട്ലെറ്റ് ആമിർ കലീമിന്റെ ലെഗ് സ്റ്റമ്പ് പിഴുതെടുത്ത് തകർപ്പൻ തുടക്കമാണ് ഓസീസിന് നൽകിയത്. ഈ തകർപ്പൻ പോം ബാട്ട്ലെറ്റ് തുടർന്നു. 27 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകളാണ് അയാൾ സ്വന്തമാക്കിയത്. പിന്നീട് മധ്യ ഓവറുകളിൽ ഓസീസ് ലെഗ് സ്പിന്നർ ആദം സാംബ കളി തന്റെ വരുതിയിലാക്കി. സാംബയുടെ സ്പിൻ കെണിയിൽ റൺസ് കണ്ടെത്താൻ ഒമാൻ ബാറ്റർമാർ ശരിക്കും ബുദ്ധിമുട്ടി. 3.2 ഓവറിൽ വെറും 21 റൺസ് മാത്രം വഴങ്ങി 4 നിർണായക വിക്കറ്റുകളാണ് സാംബ സ്വന്തമാക്കിയത്. ഹമ്മാദ് മിർസ, മുഹമ്മദ് നദീം എന്നിവരെ പുറത്താക്കിയതും സാംബയുടെ മികവിൽ തന്നെയായിരുന്നു. ഗ്ലാൻ മാക്സ്വെല്ലും ഒട്ടും പിന്നിലായിരുന്നില്ല. 13 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ നേടിയ മാക്സ്വെൽ തന്റെ 50ാമത്തെ T20 വിക്കറ്റും തികച്ചു. മാർക്കസ് സ്റ്റോയിനിസും നദാൻ എല്ലിസും ഓരോ വിക്കറ്റ് വീതം നേടിയതോടെ ഓസ്ട്രേലിയൻ ബൌളിംഗ് യൂണിറ്റിന്റെ കൂട്ടായ പ്രകടനം ഒമാന്റെ ബാറ്റിംഗ് നിരയെ പൂർണ്ണമായും തകർത്തു. 16.2 ഓവറിൽ വെറും 104 റൺസിന് ഒമാൻ കൂടാരം കയറി. ഓസ്ട്രേലിയയുടെ പരിചയസമ്പന്നരായ ബൌളിംഗിനു മുന്നിൽ ഒമാൻ ബാറ്റിംഗിന് കാര്യമായിട്ട് മുന്നേറാൻ കഴിഞ്ഞില്ല. ഒമാന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസെടുത്തത് വസീം അലിയായിരുന്നു. 33 പന്തിൽ 32 റൺസ് എടുത്ത് വസീം അലി പൊരുതി നിന്നു. എന്നാൽ ഒമാന്റെ ആദ്യ 4 ബാറ്റ്സ്മാൻമാരെയും ബൌൾഡാക്കിയത് T20 ലോകകപ്പ് ചരിത്രത്തിൽ അധികം കാണാത്തൊരു സംഭവമായിരുന്നു. 2025-ലെ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഹമ്മദ് മിർസയെ 8ാം ഓവറിൽ ആദം സാംബയാണ് പുറത്താക്കിയത്. ഒമാൻ നിരയിലെ മറ്റൊരു കളിക്കാരനായ കരൺ സോനോവാലെ ഈ മത്സരത്തിൽ 11 പന്തിൽ നിന്ന് 12 റൺസ് നേടി. അവസാന നിമിഷങ്ങളിൽ അല്പം ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും ഒമാന് വലിയ കൂട്ടുകെട്ടുകളുണ്ടാക്കാനായില്ല. ഒടുവിൽ 104 റൺസിന് ഓൾ ഔട്ടായി. 2024 T20 ലോകകപ്പിൽ ടീമിൽ ഇടം നേടാൻ കഴിയാതിരുന്ന എന്നാൽ 2026-ൽ ടീമിനെ നയിച്ച ഒമാൻ ക്യാപ്റ്റൻ ജതീന്ദർ സിംഗ് മത്സരത്തിനു മുൻപ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഓസ്ട്രേലിയയെ തകർക്കാൻ ഇത് ഏറ്റവും നല്ല സമയമാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഈ 2026 ലോകകപ്പിൽ ഒമാൻ ഒരു മത്സരം പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ വിജയം ഓസ്ട്രേലിയയ്ക്ക് ഒരു ചെറിയ ആശ്വാസമായെങ്കിലും 2026 T20 ലോകകപ്പിലെ അവരുടെ മൊത്തത്തിലുള്ള നിരാശ അത് മറച്ചില്ല. ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായതിനെ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് നഷ്ടപ്പെട്ട അവസരം എന്നാണ് വിശേഷിപ്പിച്ചത്. ടീമിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൂർണമെന്റിനായി ടീം 2 വർഷത്തോളം തയ്യാറെടുത്തിരുന്നുവെന്നും എന്നാൽ നിർണായക മത്സരങ്ങളിൽ മികച്ച കളി പുറത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ടൂർണമെന്റ് ചരിത്രത്തിൽ ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടം കടക്കാതെ പുറത്താകുന്നത് ഇത് 2ാം തവണയാണ്. ഒമാനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റ് അസോസിയേറ്റ് രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ തുറന്നു കാണിച്ചു. ക്യാപ്റ്റൻ ജതീന്ദർ സിംഗ് ഒരു കാര്യം എടുത്തു പറഞ്ഞു. പുൾ മെമ്പർ രാജ്യങ്ങളുമായുള്ള വിടവ് നികത്താനും ആഗോളതലത്തിൽ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താനും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ അവസരങ്ങൾ പോലുള്ള കൂടുതൽ മത്സരപരിചയം അത്യാവശ്യമാണെന്ന്. ഇപ്പോൾ ഇരു ടീമുകളും അടുത്ത മത്സരങ്ങളിലേക്ക് നോക്കുകയാണ്. ഓസ്ട്രേലിയ പുതിയ തന്ത്രങ്ങളുമായി ഒരുങ്ങി മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഒമാൻ വ്യക്തിഗത പ്രകടനങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടാനും കൂടുതൽ അനുഭവസമ്പത്ത് നേടാനുമാണ് ലക്ഷ്യമിടുന്നത്.